മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് TV പ്രേക്ഷകർക്ക് പ്രഭാതവിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. നമ്മുടെ കണ്ണുകളെല്ലാം തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന സൗന്ദര്യങ്ങളും നമ്മൾ കാണുന്ന ഈ ലോകമെമ്പാടും ദൈവം നമുക്കായിട്ട് സജ്ജമാക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ മകുടമായ മനുഷ്യന് വേണ്ടി ദൈവമെല്ലാം സജ്ജീകൃതമാക്കിയിരിക്കുന്നു. ആ നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം എന്നും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിലും ജീവിക്കുന്നു എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരാം. നമ്മെ തന്നെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നന്ദി പറയാം, ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ വലിയ മധ്യസ്ഥയായ, പ്രത്യേകിച്ച് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്കൊന്ന് ഓർക്കാൻ വണങ്ങാം. നമ്മുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ എന്നും നമ്മളോട് കൂടെയായിരിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ ബന്ധുമിത്രാദികളെ നമുക്കൊന്ന് ഓർക്കാം. പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകുന്ന വ്യക്തികളാണ്. നമ്മെ സഹായിക്കുന്ന, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും സഹായിക്കുന്ന ഓരോ വ്യക്തികളെയും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്ന ഓരോ വ്യക്തികളെയും നമുക്കൊന്ന് ഓർക്കാം. അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമുക്ക് അവർക്ക് വേണ്ടി സമർപ്പിക്കാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നന്മ കാത്തിരിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് എത്രയോ ഉത്തമമാണ്. നമുക്ക് അവരെ ഒന്ന് ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി, അതായിരിക്കട്ടെ ഇന്നത്തെ നിയോഗം. അവരുടെ ഓരോ നിയോഗങ്ങളായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ നിയോഗം. നമുക്ക് അവരെയൊക്കെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമുക്ക് നൽകുന്ന വചനത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയാം. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അന്വർത്ഥമാക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്ക് ആ വചനത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം അത് എത്രമാത്രം ആഴപ്പെടാനായിട്ട് സാധിക്കുന്നു, അതുപോലെ ആഴപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഓരോ ജീവിതത്തിലും അത് ഫലം പുറപ്പെടുവിക്കുന്ന തക്ക രീതിയിലായിത്തീരുവാനായിട്ട് ഞങ്ങളെ സജ്ജരാക്കണമേ. അതിനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്നു. വചനം അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് അതിന് കാരണമായി തീരുന്നു.
നമുക്ക് പരിശുദ്ധാത്മാവിനോട് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം ഞങ്ങളിൽ ആഴപ്പെടട്ടെ, വചനം ഞങ്ങളിൽ ശക്തിപ്പെടട്ടെ, വചനം ഞങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 9 35 തിരുവചനം നമുക്കിന്ന് വചന വിചിന്തനത്തിനായിട്ട് നമുക്ക് തയ്യാറാകാം. ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ വചനത്തിലൂടെ യേശു ചെയ്തതായിട്ട് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? പഠിച്ചതേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്താണ് പഠിച്ചത്? തൻ്റെ ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ളത്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് ദൈവവുമായി ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് അവൻ പഠിപ്പിച്ചു. മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതെല്ലാം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് യുഗത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം എനിക്ക് ലഭ്യമാകാൻ പറ്റുന്നു അതെല്ലാം ഞാൻ വാങ്ങുന്നു. എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം വാങ്ങാൻ പറ്റുന്നു, ഒരു ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്നത് പോലെ എല്ലാം വാങ്ങൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് എന്ത് വാങ്ങാൻ പറ്റും? ഞാനൊരു ആഗ്രഹം പറഞ്ഞു, അത് ഇങ്ങോട്ട് കിട്ടുമോ? അതോ ഇനി സമൂഹത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം സ്വാംശീകരിക്കാനായിട്ട് സാധിക്കുന്നോ അതെല്ലാം പിടിച്ചു വാങ്ങലാണ്. ഒരു ആക്രാന്തമാണ്, അതൊരു പിടിച്ചു വാങ്ങലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിടിച്ചു വാങ്ങൽ സമ്പ്രദായം മാറ്റാനായിട്ടാണ് ദൈവം നമ്മളോട് പഠിപ്പിക്കുക. കൊടുക്കുക, അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. ഒരു നല്ല അയൽവാസിയായി തീരണമെങ്കിൽ അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. അവിടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളല്ല അവൻ പഠിപ്പിക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യനായി ജീവിക്കേണ്ട കാര്യങ്ങളാണ് അവൻ അവിടെ പഠിക്കേണ്ടത്. ഒരു പ്രകൃതിയോട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുക. നമ്മളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങലാണ് നമ്മൾ ചെയ്യാറുള്ളൂ. കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് യേശു ഭൗതികമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് സിനഗോഗിൽ വെച്ച് മറ്റുള്ളവരോട് യേശു ചെയ്തിരുന്നത്, പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രവൃത്തി അവൻ ചെയ്തിരുന്നത് സ്വർഗരാജ്യം അവൻ പഠിപ്പിച്ചു. സുവിശേഷം അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു. എന്താണ് സുവിശേഷം എന്ന് അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. എന്താണ് നല്ല വിശേഷമായി ജീവിക്കേണ്ടത്, സ്വർഗീയ ജീവിതം നയിക്കണമെങ്കിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അവൻ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അവൻ പഠിപ്പിച്ചത്. ആദ്യം നമ്മൾ കേട്ടത് മറ്റുള്ളവരുമായിട്ടും പ്രകൃതിയുമായിട്ടും എങ്ങനെയാണ് നമ്മൾ ഒന്നായി തീരേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് എന്നായിരുന്നു. ഇപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് അവൻ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രസംഗിച്ച് കഴിയുമ്പോൾ യേശു ഒരു കാര്യം പലപ്പോഴും പറയാറുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രസംഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കും. എന്തുമാത്രം സ്വാംശീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു അത് വളരെ അപൂർവമാണ്. പള്ളിയിൽ പ്രസംഗമൊക്കെ നമ്മൾ കേൾക്കുന്ന വ്യക്തികളാണ്, ഒത്തിരിയേറെ വചന പ്രഘോഷങ്ങൾ നമ്മൾ കേൾക്കുന്ന വ്യക്തികളാണ്. എന്തുമാത്രം ആഴപ്പെടുവാനായിട്ട്, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ എത്രയോ വ്യക്തികൾ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മളൊന്നും കാണാതെയും കേൾക്കാതെയും ആയിരിക്കുന്ന ആ ഒരു രാജ്യത്തെപ്പറ്റി, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആ ഒരു വലിയ സംഭവത്തെപ്പറ്റിയാണ്, സ്വർഗരാജ്യത്തെപ്പറ്റിയാണ് സുവിശേഷം പ്രസംഗിക്കുക. ആ സംഭവം നമ്മൾ എങ്ങനെയാണ് ആഴപ്പെടേണ്ടത്, അത് നമ്മൾ ഒത്തിരിയേറെ അധ്വാനത്തിലൂടെ, നമ്മളെ ചിന്തകളിലൂടെ, ധ്യാനങ്ങളിലൂടെ അത് നേടിയെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. യേശു രണ്ടാമതായിട്ട് ചെയ്തതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ അവൻ മൂന്നാമതായിട്ട് ചെയ്തത് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. ശരീരത്തിൻ്റെ ജീവിതം,
അവർ രോഗങ്ങൾ മറ്റുള്ളവനെ മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളാണെങ്കിലും നമ്മൾ നല്ല അയൽക്കാരനെ പറ്റി പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ വഴിയരിയിൽ കിടന്ന വ്യക്തിയെ ശുശ്രൂഷിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. കവർച്ചക്കാർ ഉപേക്ഷിക്കപ്പെട്ട ആ വ്യക്തിയെ ശുശ്രൂഷിച്ചത്, തന്നിലുണ്ടായിരുന്നതെല്ലാം അവൻ ആ മുറിവുകളിലേക്ക് വെച്ച് കെട്ടി അവനെ സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു നല്ല അയൽവാസി ചെയ്തതാണ്. യേശു ചെയ്തതാണെങ്കിലോ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി, തൻ്റെ ദൈവികമായ ശക്തി ഉപയോഗിച്ച് സുഖപ്പെടുത്തി. ആ ദൈവിക ശക്തി നമുക്കുണ്ടാകണമെങ്കിൽ ഈ നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി. ആ മനസ്സുണ്ടാവണമെങ്കിൽ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും അത്ഭുതം. നമ്മളിൽ ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാനായിട്ട്. ഞാൻ പലപ്പോഴും അമല ഹോസ്പിറ്റലിൻ്റെ വാർഡുകളിലും അതുപോലെ തന്നെ രോഗികളായിട്ട് കിടക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ അവർ പലപ്പോഴും കണ്ണീരോടും കയ്യോടും കൂടി പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛാ, ഞാൻ ക്യാൻസർ രോഗിയാണ്, അല്ലെങ്കിൽ മറ്റ് മാരകമായ രോഗത്താൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് അച്ഛനൊന്ന് സുഖപ്പെടുത്താനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, വേദനയില്ലാതെ ഒന്ന് ജീവിക്കുവാനായിട്ട്. ഒരു വാക്ക് മതി, നീ സുഖപ്പെടും, നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്നൊന്നൊരു വാക്ക് മതി. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം, അവരുടെ മുഖമൊക്കെ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുഖമാവട്ടെ കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ ഒരു വാക്ക് കേൾക്കാനായിട്ട് എത്രയോ കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടാകാം. ഒരു സാന്ത്വന വചനമായിട്ട് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശു രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. രോഗം ശരീരത്തിൻ്റെയാണ്, വ്യാധി മനസ്സിൻ്റെയാണ്. ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം ഈ എല്ലാ അധികാരങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ പഠിപ്പിക്കാനായിട്ട്, പ്രസംഗിക്കാനായിട്ട്, സുഖപ്പെടുത്താനായിട്ട് എല്ലാ അധികാരവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന വ്യക്തിക്ക് വൈദികനാകണമെന്നൊന്നുമില്ല. വൈദികനായവർക്ക് കൂടുതൽ അഭിഷേകം ഉണ്ടായിരിക്കും. എന്നാൽ ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് പ്രസംഗിക്കുക, പഠിപ്പിക്കുക, സൗഖ്യപ്പെടുത്തുക, അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുക. ഇതെല്ലാം നമുക്കും ചെയ്യുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഒരു കാര്യം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൂ. ആ യേശുവിനെ നമ്മളിൽ കൊണ്ട് നടക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. യേശു അവിടെ നാലാമതായിട്ടൊരു പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അവൻ നഗരങ്ങളും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഈ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ട് അവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഇന്നേ ദിവസം ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ, ഈ ഒരു വചനത്തെപ്പറ്റി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ഈ വചനം എന്നുള്ളത്. കാരണം എന്താണെന്നും ചോദിച്ചു. അപ്പോൾ ബ്രദർ പറയാണ്, ഞാൻ കുർത്തയിട്ടിട്ട് കുർബാന കഴിയുമ്പോൾ പുറത്തിറങ്ങും. അവിടെ ഒരു സ്ട്രീറ്റ് പോലെയുണ്ടെന്നാണ് പറയുന്നത്, ഒരു തെരുവ് പോലെയുണ്ട്. ആ തെരുവിലൂടെ നടക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് തയ്യാറാകുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, അല്ലെങ്കിൽ അമ്മച്ചിമാരാണെങ്കിൽ മുറ്റമടിക്കുന്നവരുണ്ടാകാം, അപ്പച്ചന്മാരാണെങ്കിൽ ചായ കുടിച്ച് ഒരു മോർണിംഗ് വാക്കൊക്കെ നടത്തുന്നവരുണ്ടാവാം. ഇവരൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ആ തെരുവിലൂടെ ബ്രദർ ഒന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ ബ്രദേഴ്സൊക്കെ നടക്കാനായിട്ട് തയ്യാറാകുന്നത്. ആ സമയം തന്നെ അമ്മച്ചിമാരായിട്ട് ഉള്ളവർ സ്തുതി പറയാനും അപ്പച്ചന്മാർ സുഖാന്വേഷണം നടത്താനും കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഓടി വന്ന് ഒരു സ്തുതി ചൊല്ലാനായിട്ടൊക്കെ ഇടയാകും. ഒന്ന് ചുറ്റി സഞ്ചരിക്കാനായിട്ട്, ഡൗൺ ടു എർത്ത് നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാകണം. ഡൗൺ ടു എർത്ത് ജീവിക്കാനായിട്ട് തയ്യാറാകണം. യേശു ചുറ്റി സഞ്ചരിച്ചു, ജനമധ്യത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. ഇന്ന് നമ്മൾ ഓഫീസിലിരുന്നു കൊണ്ട്, മൊബൈലിലിരുന്നു കൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കുന്ന വ്യക്തികളായിത്തീരരുത്. മറിച്ച് നമ്മൾ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. യേശു ഈ വചനം പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത്, വേലക്കാർ ചുരുക്കം, വിളവിൻ്റെ നാഥനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതായത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഇറങ്ങിച്ചെന്നാൽ മാറുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ സമൂഹം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ ഈ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്.
പഠിപ്പിക്കുന്നതിനെ പറ്റി, സുവിശേഷം പ്രസംഗിക്കുന്നതിനെ പറ്റി, രോഗസൗഖ്യപ്പെടുത്തുന്നതിനെ പറ്റി, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ രോഗസൗഖ്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ ചുറ്റി സഞ്ചരിക്കാൻ നമ്മളൊന്ന് ചുറ്റി സഞ്ചരിച്ച് നോക്കാം. യേശുവിനെ വഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അവിടെ എത്രമാത്രം മറ്റുള്ളവർ നമ്മെ സ്വീകരിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം ദൈവം ആഗ്രഹിക്കുകയാണ് മക്കളിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ മൊബൈലിലിരുന്നു കൊണ്ട് സുവിശേഷമല്ല കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടത്, മറിച്ച് ഡൗൺ ടു എർത്ത് ജീവിക്കുവാനായിട്ട്. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുക. ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു ജീവിച്ചിരുന്നത് അത്തരത്തിലുള്ള വ്യക്തികളിലൂടെ മാത്രമാണ്. അങ്ങ് ഉന്നതങ്ങളിലിരുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല യേശു ജീവിച്ചിരുന്നത്, ഏറ്റവും താഴ്ന്ന വ്യക്തികൾക്ക് വേണ്ടി, ചുങ്കക്കാരിലും പാപികളിലും ഫരിസയരിലും എല്ലാം യേശു ജീവിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചുറ്റി സഞ്ചരിക്കാൻ യേശുവിനെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പരിശ്രമിക്കാം. സാധിക്കുന്നവർ ഇന്നേ ദിവസം യേശു എൻ്റെ മനസ്സിലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഞാൻ ഇന്നൊന്ന് ചുറ്റി സഞ്ചരിക്കും. ഏത് അങ്ങാടിയിലായിക്കൊള്ളട്ടെ, പട്ടണത്തിലായിക്കൊള്ളട്ടെ, ഒന്ന് നടക്കുമ്പോൾ യേശുവാണ് എൻ്റെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കും. നമുക്ക് യേശുവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ത്രിത്വൈക ദൈവമേ, ഇന്നേ ദിവസം പൂർണ്ണമായ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ആ ത്രിത്വൈക ഈശ്വരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളിന്ന് ചുറ്റി സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നന്മകൾ പകരുവാനായിട്ട്, പഠിപ്പിക്കുവാനായിട്ട്, സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കുന്നവരുടെ മനസ്സിനൊരാശ്വാസമായി മാറുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സജ്ജരാക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജരാക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നുമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗീയ വൃന്ദം മുഴുവനെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ആ സ്വർഗീയ മാലാഖന്മാരോടും സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ ഓരോ വിശുദ്ധരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞങ്ങളെന്നും വഴി നടത്തുവാനായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണബോധനായ മധ്യസ്ഥരെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ചിന്തകളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും വഴി നടത്തുവാനായിട്ട് ഞങ്ങളോടൊപ്പമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പാപ്പായുടെ നിയോഗങ്ങളോടൊപ്പം, സകല കർദിനാൾമാരുടെ നിയോഗങ്ങളോടൊപ്പം, സകല മെത്രാന്മാരുടെ നിയോഗങ്ങളോടൊപ്പം, സകല വൈദികരുടെയും സന്യാസിമാരുടെയും ആത്മായ പ്രേക്ഷിതരുടെയും നിയോഗങ്ങളോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് സഭയുടെ ഐക്യത്തിൽ ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇന്നേ ദിവസം ഒത്തിരിയേറെ വ്യക്തികൾ നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിക്കും.
ചോദിച്ചിട്ടുള്ളവരുണ്ടാകും. അവരെല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാൻ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. വചനകൂടാരങ്ങളിലും മരിയകൂടാരങ്ങളിലും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിലും പല സ്ഥലങ്ങളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. പ്രത്യേകിച്ച് ഗുഡ്നസ് TV ചാനലിലെ എല്ലാ പ്രവർത്തകരെയും എല്ലാ ശുശ്രൂഷകരെയും നമുക്കൊന്ന് ഓർക്കാം. ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്തുകൊണ്ട് ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗത്തിലും നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നിയോഗം വെച്ചിരുന്നത്, ആ നിയോഗം ഏറ്റവും പൂർണ്ണമായി തീരുവാനായിട്ട് ദൈവ അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒരു ജപമാലയെങ്കിലും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാം. ഇന്നേ ദിവസം അതിനായിട്ട് നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ജപമാല ചൊല്ലുവാനായിട്ട് മടി കാണിക്കരുത്, പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും മറ്റുള്ളവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഒരിക്കൽ കൂടി ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.